നാളെ രാഹുലിനെ തടയുവാൻ മുതുകോഴികളെ ഇറക്കുമോ? ഭരണം മെനക്കേടാണുണ്ണി, പ്രതിപക്ഷത്തിരിക്കുന്നതല്ലോ സൗകര്യപ്രദം എന്ന് കരുതുന്ന പിണറായിക്ക് മൂന്നാം ഊഴം ഉറപ്പിക്കുവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കി വിറ്റ യുവനേതാവായ രാഹുലിനെ തേൻകണിയിൽപ്പെടുത്തുവാൻ ശ്രമിച്ച കേക്കച്ചൻ്റെയും ചെന്നിത്തലയുടെയും ആലപ്പുഴ കോവാലൻ്റെയും ചങ്കിടിപ്പിച്ച് നാളെ രാഹുൽ സഭയിലെത്തുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. വന്നാൽ തങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നിന്ന് തടയുവാൻ കഴിയാത്തത് കൊണ്ട് അടിയിൽ കൂടെ തുടർന്നും പണിയാം. പക്ഷേ സഭയിൽ ഇടതുപക്ഷത്തെ ഇരുത്തം വന്ന കോഴികളെയും കൊണ്ട് രാഹുലിനെ കൊത്തിച്ചവിട്ടിക്കണം എന്നാണ് കേക്കച്ചൻ പിണറായിക്ക് കൊടുത്തിരിക്കുന്ന ആ നിർദ്ദേശം. തടച്ചിൽ സേനയിൽ പിടിക്കൽ വീരനായ കൊല്ലംകോഴി ഒന്നാമതും ബാക്കി കോഴികൾ പിന്നിലും നിൽക്കണമെന്നാണ് നിർദ്ദേശം. ഓർക്കുക, സർക്കാർ സംവിധാനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പോലീസ് സംവിധാനങ്ങളും കേക്കച്ചൻ്റെ സിംഗടികളും രാഹുലിനെ മോഹിച്ചിട്ട് കിട്ടാത്ത സകല വെടികളും ടമാർപ്പടാറുകളും വിചാരിച്ചിട്ടും ഒരു തെളിവ് പോലും ലഭിക്കാതെ, ഒരു പരാതി പോലും ലഭിക്കാതെ, കേസ് തുടരുവാൻ നിർവാഹമില്ലാതെ നാണം കെട്ട് നിൽക്കുമ്പോഴാണ് കേക്കച്ചൻ്റെ കുഞ്ഞമ്മയുടെ ആ മുടിഞ്ഞ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അടുത്തുപോലും ഇരുത്തരുത് എന്ന് ഈ തരവഴികളെല്ലാം ആസൂത്രണം ചെയ്ത കേക്കച്ചൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. ഇത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കേക്കച്ച നീ മനസ്സിലാക്കണം. കേക്കച്ചൻ്റെ മാത്രമല്ല, ഈ പാർട്ടിയുടെ തന്നെ അസ്ഥിവാരം തോണ്ടുകയാണ് എന്നോർക്കണം. പിണറായിയുടെ പണം വാങ്ങി പാർട്ടിയെ നശിപ്പിക്കലാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് സഭയിൽ ചെക്കിച്ചികഞ്ഞ് നടക്കുന്ന ചില നാടൻ കോഴികളെ പരിചയപ്പെടാം. ഈ തെളിവുകൾ പകൽ പോലെ ഇതിലെ പാറി പറക്കുമ്പോഴാണ് ഏതോ അശരീരിയുടെ അപ്പനില്ലാത്ത ശബ്ദത്തിന്റെ പേരിൽ രാഹുലിനെ വധശിക്ഷയ്ക്ക് സ്വന്തം പാർട്ടി തന്നെ വിധിച്ചത്. കേക്കച്ചനോട് ഇപ്പോഴും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ്: കൊണ്ടുവാടാ നെട്ടൂർ മലരെ രാഹുലിനെതിരെയുള്ള ആ തെളിവുകൾ. നിന്റെ കവണാറ്റിൻകരയിലെ ആ ബോധ്യം ഞങ്ങളൊന്ന് ശരിക്ക് കാണട്ടെ. ഇനി സഭയിലെ മുതുകോഴികളുടെ വിളയാട്ടം കാണാം. മാപ്പിള കലാസിമാർ വിചാരിച്ചാൽ പോലും പൊങ്ങാത്ത ഈ മുതുകിളവന്മാർക്ക് ഇത്രയും കഴപ്പാകാമെങ്കിൽ ഒരു 30-കാരന് ചെറിയ പഞ്ചാര അടിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇവന്മാരാണ് നാളെ രാഹുലിനെ തടയാൻ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മുതുകോഴികൾക്ക് ആക്രമിക്കാനാണ് രാഹുലിനെ ഈ നാണം കെട്ട കേക്ക് നക്കി താരകയുടെ ചെറ്റപൊക്കുവാൻ പോയ കേക്കച്ചൻ ഇട്ടുകൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും മറക്കരുത്. കനലായി കിടക്കണം നെഞ്ചിൽ. വരുന്ന 7 മാസം ഈ കനൽ ആളിക്കത്തിക്കണം. ഇനി മുതുകോഴികളുടെ ആ കൊത്തിച്ചവിട്ട് കേൾക്കുക. ഹലോ, എന്താണ് ഈ നാളെയും ഇതുപോലെ തന്നെയായിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ മഴയായത് കാരണം, അല്ലാതെ വേറൊന്നുമല്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിക്കുന്ന തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കയറി കിടന്ന് പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അത് നിനക്ക് അറിയാൻ. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം. സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴയായത് കാരണമാ. ആ, അപ്പൊ നാളെ വരുമെന്നുള്ള കാര്യം ഇരിക്കാലോ. ഞാൻ വരും. നാളെ വരും. ഇനി മഴ പെയ്താലോ? മഴ പെയ്യൂല. ഞാൻ നാളെ രാവിലെ ഇറങ്ങാം. എന്തായാലും ഞാൻ വരും. രാവിലെ ഇറങ്ങണം. വരാം. പിന്നെ ഉറങ്ങി നിന്നും പറയരുത്. നമ്മൾ സാക്ഷ്യം കാണിച്ച് സംഭവം. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, വേണ്ട. എന്നെ വിശ്വസിക്കും. ലോകത്താരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല, ഞാൻ പറയൂല. ഞാൻ ആരോടും പറയൂല. ശരി. കാര്യം വിശ്വസിക്കുന്നവര് വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ വരാം. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ? മറ്റേ സംഗതി എന്തോ, പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണോ ഇനി? അത് ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം. അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട് അങ്ങ് വരാമായിരുന്നല്ലോ. വാങ്ങിക്കണോ ഇനി? ഓക്കെ. അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങാം. ഓക്കെ.
he is not eligible to become a minister or an MLA. അത്രയും തരം താഴ്ന്ന രീതിയിലുള്ള മെസ്സേജ്, വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് him come and give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. ഹ്യൂമനൈസർ എന്ന വാക്കിന് അപ്പുറമാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോഴും എവിടെ? ഹലോ, ഞാൻ കൊല്ലത്തില്ല. ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ? എന്നടുത്ത് ഇപ്പൊ ആളിരിപ്പുണ്ട്. ഹലോ, ഒരു 10 വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഓഫീസില് ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ഇറങ്ങുന്ന കാര്യം പാടാണ്. ഞാൻ വിളിക്കുമ്പോഴേ ഇത് ഫ്രീ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. ഇന്നലെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു. വൈകുന്നേരം ആവില്ലേ? 5:15 വഴി പറയാം. 5:15 ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇന്നൊരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. ഇവിടെ ഉണ്ടെങ്കിൽ 5:15 കഴിഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ കേട്ടോ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടാ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ. അത് ഭയങ്കര അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണി അങ്ങോട്ട് കഴിയുമ്പോ മുകേഷ് ചേട്ടാ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇച്ചിരി സെക്രട്ടറി എന്താണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്തെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല. ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് മറ്റേത് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികൾ എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച് നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ. കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിക്കത്തില്ലേ ഇതിന്റെ ഇല്ലില്ല. അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു. ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകുന്നു. ഞാൻ അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാൻ അവിടെ ഇല്ലല്ലോ,
ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു. കുറടപ്പ് ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോകാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാന്ന് വെച്ച് പറയും. അതായത് ഞാൻ സ്ഥലത്ത് കാണത്തില്ല കേട്ടോ, ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും. ഞാൻ ഇപ്പൊ തന്നെ ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാനോ നീ എന്തോ ഈ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. മുകേഷ് ഇസ് എ വെരി അബ്യൂസീവ് ആണ്, ഭയങ്കര അബ്യൂസീവ്, ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്. പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ ഇറ്റ് സെൽഫ്. ഈസ് എ വെരി വയലന്റ് പേഴ്സൺ. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും, കുറേ വെള്ളം അടിക്കും. ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേരെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്ന്. മുകേഷ് വാക്ക് ഇൻ ആൻഡ് വാക്ക് ഔട്ട് ഹസ്ബൻഡാണ്. വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും. ആൻഡ് ബ്രിങ്ങിങ് വിമൻ ടു മൈ ഹൗസ്, ഹിസ് whoever he was connected with, he'll bring them home, drink and beat me up. What do you call this kind of person? എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? പെണ്ണുങ്ങള് റെസ്പെക്ട് ചെയ്യാത്ത ആള്, കുട്ടികളെ നോക്കാത്ത ആള്, ഒരു ഫാമിലി ബേർഡൻ എടുക്കാൻ പറ്റാത്ത ആള്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള്. അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നു. ഞാനിപ്പം ഗോവയിൽ 5 ലക്ഷം പേർക്കല്ലേ, ഞാനിങ്ങനെ വിചാരിച്ചു എന്റെ പെണ്ണെന്നെ മറന്നല്ലോ, ഒന്ന് വിളിക്കുന്നില്ല, ഒരു ഉമ്മ വരുന്നില്ല, ഒന്ന് കെട്ടിപ്പിടിക്കത്തില്ല, കെട്ടിപ്പിടിച്ചിട്ടേ നെഞ്ചത്ത് കയറി കിടക്കും. ഞാൻ എന്റെ പെണ്ണെ കെട്ടിപ്പിടിച്ച് കിടന്നു, കുറച്ചു നേരം കെട്ടിപ്പിടിക്കുകയായിട്ട് കിടന്നു, നെഞ്ചിൽ തല വെച്ച് കിടന്നു. എന്നിട്ട് ഞാൻ തലയോടട്ടെ, എന്റെ പൂച്ചക്കുട്ടി, എന്റെ ചക്കര എന്താ വേണ്ടത്, എന്റെ ചക്കര ഇതൊക്കെ കടിച്ചു തന്നോ, ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കടിക്കുന്നേ കിട്ടിയ എന്റെ സുന്ദരിക്കുട്ടി പറയും, എനിക്കെന്താ വേണ്ടത്, ഡ്രസ്സെല്ലാം അയക്കും, ആ ഡ്രസ്സൊക്കെ അയക്കും, അയക്കടി. ഞാൻ ആ നെഞ്ചും ചന്തിയെല്ലാം ഒന്ന് കാണട്ടെ, ഇത് നിന്റെ മുല, ഇത് നിന്റെ ചന്തി, ഡ്രസ്സൊക്കെ അയച്ചു, ചന്തിയും മതിയെല്ലാം ഒന്ന് കാണിച്ചതാ. എന്റെ മുന്നത്ത് കയറി കിടക്ക് പെണ്ണും എന്നിട്ട് ആ ചുണ്ടം വെച്ച് കുടിക്കുക. ഞാൻ നിന്റെ 2 ചന്തി അമർത്തി പിടിക്കും. എല്ലാവരും നോക്കരി ഉണ്ടെന്നെ ചോദിച്ചു. നല്ല സോപ്പ് ചേർത്ത അതൊക്കെ ദേഹത്ത് തേച്ച്, ഇടയിൽ തേച്ച്, വെള്ളം ഒഴിച്ച് ചെറിയ കെട്ടിപ്പിടിക്കല്, മറ്റേ അമർത്തി കെട്ടിപ്പിടിക്കല്, കെട്ടിപ്പിടിച്ചിട്ട് ആ തുറേന്റെ ഉള്ളില് ഒരു സാധനം എടുത്തിട്ട് വെക്ക്, എന്നിട്ട് തലയിലേക്കായിട്ട് ഓ എന്ത് അടി, ഓ ഓ ഓ ഒരു ചാൻസ് ഇല്ലടി, എന്നാ തന്നെ കടിച്ചിട്ടില്ല. എനിക്ക് തിന്ന് അന്നേരം പിന്നെയും തിന്ന്, അന്നേരം പിന്നെയും തിന്ന്, അന്നേരം പിന്നെയും തിന്ന് പെണ്ണിനെ കുന്നിച്ച് നിർത്തി അതിരുന്ന വരും. ഈ ചന്തി ഒന്ന് കടിക്കും, ചന്തിന്റെ ഇടയിലോ പെണ്ണിനെ ആക്കാൻ കഴിയുമോ നോക്കും. ഫുള്ളിലാക്കി തല്ലിത്തന്നെ കുറിച്ചില്ലാക്കി വളർത്തി കിടത്തണം. എവിടെയോട്ട് വിടർത്തിയായിട്ട് എന്നിട്ട് പിടിച്ചുള്ളിലേക്ക്, എന്നിട്ട് ചന്തി അമർത്തി ഇതിലോട്ട് കയറ്റിയാക്ക്, എന്നിട്ട് സ്പീഡിലടിച്ചാട്ടെ, അടിച്ചടിച്ചടിച്ചടിച്ചടി സൂചിപ്പിക്കുക. എന്നിട്ട് പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക.
എനിക്ക് പിന്നെയും കുറച്ച് വേണ്ടി ചെയ്യാം, പിന്നെയും ചെയ്യാം, ഒരു 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പി ശ്രീരാമകൃഷ്ണൻ സർ, ദർ ഓൾ ഫ്രസ്ട്രേറ്റഡ്. അല്ലെങ്കിൽ നമ്മളെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവർക്ക് പരസ്യമായി പെണ്ണ് പിടിക്കാനും ഇവരുടെ ഇങ്ങനത്തെ സെക്ഷുവൽ ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ നാട്ടിൽ തന്നെ തുറന്നു കൊടുക്കുക. ഇല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകൾ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ പ്രോബബ്ലി പൈസ ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ കൂടെ കിടക്കാൻ വിളിക്കും. ഞാൻ ഇങ്ങനെ പവർഫുൾ പൊസിഷനിൽ ഇരുന്നിട്ട് ദി ആർ അപ്രോച്ചിങ് മീ ലൈക്ക് ദിസ്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ അബൌട്ട് ദ കോമൺ വുമൻ ആൻഡ് ദ കോമൺ ഗേൾസ്. പത്തറ്റിക്. എൻ്റെ മക്കളുണ്ടായിരുന്നു, വീട്ടിനകത്ത് ഞാനും എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, സെർവൻറ്റ് ബോയ്. അടുക്കളയിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ഗൺമാനും ഡ്രൈവർ, ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇത് നടക്കുമ്പോൾ അയാൾ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അയാൾ വന്നതിൻ്റെ ദേഷ്യം എന്നോടാണ് തീർത്തത്. അയാൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു, 6 മണിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് വീട്ടിലുള്ളത്. അദ്ദേഹം എത്തിയിട്ടില്ല, മിനിസ്റ്റർ പുറത്ത് പോയിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അത് കേട്ട് അതിൻ്റെ ഷോക്കിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് സംസാരിക്കാൻ പോണു. അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു. ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിഷേധിച്ചു, ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു, അല്ല ഞാനെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത്, എത്ര മണിക്ക് പോയി, ഏത് വണ്ടിയിൽ പോയി, എപ്പോൾ പിക്കപ്പ് ചെയ്തു, അജന്തയിൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത്. എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു, ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണിട്ട് മാപ്പ് ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിത് പുറത്ത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, തെറ്റുപറ്റിപ്പോയി, മാപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമാപണം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടുള്ളൂ, എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് ആകെ ഷോക്ക്ഡായിരുന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങ് മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാനാകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കൺട്രോളായപ്പം താഴോട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഓഫീസ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്, ആരുമില്ല. ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തോട്ട് കയറിപ്പോയി. ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തുവാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കതവ് കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി. എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ. ആകെ എൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പേടിയായിപ്പോയി, ഇനി ഇത് ലെവല് മാറുകയാണോ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ ഞാൻ വിളി തുടങ്ങിയപ്പോൾ എന്തോ ഒന്ന് റിയലൈസ് ചെയ്തതുപോലെ, ആൾക്കാർ വെളിയിൽ നിൽപ്പുണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തുറന്നിട്ട് ഇറങ്ങി അങ്ങ് പോയി, മുകളിലോട്ട് പോയി. എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് സ്ഥിരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഇതിപ്പം ഇന്നലത്തെ കാര്യമൊന്നും അല്ല. ഇത് ഞാൻ കല്യാണം കഴിച്ച് ആദ്യത്തെ ഒരു വർഷവും രണ്ടാമത്തെ വർഷമൊന്നും എനിക്ക് ഈ ഇലിസിറ്റ് റിലേഷൻഷിപ്പ് എനിക്ക് മനസ്സിലാവില്ല. ഞാനൊരു MBBS സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും പിടികിട്ടുന്നതുമില്ല, മനസ്സിലാവുന്നതുമില്ല. എന്നെ കല്യാണം കഴിച്ച ആദ്യം വിരുന്നിനെ കൊണ്ടുപോയ അന്നത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സ്ത്രീയുടെ വീട്ടിലാണ്. അപ്പം എനിക്കിത് മനസ്സിലാവണില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു വീടാണെന്നും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നടക്കുകയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിത് മനസ്സിലാക്കി വന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം എന്നോട് ഈ ഒരു പെരുമാറ്റമാണ് എടുത്തത്. അതിന് മുമ്പ് ബാഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വേഴ്സാണ്. പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം ഈ വയലൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് 2 കുട്ടികളായി. ഇപ്പം ഞാൻ എന്തിനു വേണ്ടിയാണ് അന്ന് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചത്?
അപ്പം ഞാൻ അവരുടെ കാര്യമല്ലേ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. മറ്റേ ആളിപ്പോൾ 5 വയസ്സായിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം, ആരും പറഞ്ഞാൽ കേൾക്കില്ല. എല്ലാവർക്കും ആ 2ാമത്തെ വർഷം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് അച്ഛനില്ല, എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരുമില്ല. അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ കാർഡിയാക് പേഷ്യൻ്റ്, റീനൽ പേഷ്യൻ്റൊക്കെയാണ്, ഹോസ്പിറ്റലിൽ പോയി വെന്റിലേറ്ററിൽ വരെ കിടന്നിട്ടിങ്ങ് വന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങളും പോയി പറയാൻ ആളില്ല, പറഞ്ഞാലും റിയാക്ട് ചെയ്യാൻ അവിടെ നിന്ന് ആളില്ല. അതുകൊണ്ട് ഈ ഫാമിലിയിലാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ സിസ്റ്റർ ഇൻ ലോസിൻ്റെ അടുത്തും എൻ്റെ കോ ബ്രദേഴ്സിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയും അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൈഡെങ്കിലും ഇത് അറിയണുണ്ടല്ലോ, എന്നോട് നടക്കുന്ന ഈ അന്യായം ഒരു സൈഡെങ്കിലും അറിയണം. അവർ പറയണത് അവർക്കൊരു ലിമിറ്റേഷനുണ്ട്, പറയാനല്ലേ പറ്റൂ. ബാക്കി അജന്തയിലല്ലേ നടന്നിരിക്കുന്നത്, ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ് അല്ലേ, ഒഫീഷ്യൽ ബിൽഡിംഗ് അല്ലേ ഇത്, അജന്തയിലല്ലേ കൊണ്ടുപോയിരിക്കുന്നത്. എന്ത് ബോൾഡായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും. പ്രശ്നം എത്രയോ വർഷമായിട്ട് നടക്കുന്നു. പക്ഷേ ആ വർഷങ്ങളായിട്ട് നടക്കുകയാണെങ്കിലും പല 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 റിലേഷൻഷിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നേരിട്ട് ഞാൻ അറിയണത്. ആ ആളുടെ കാൽക്കൽ കിടക്കുന്നതും അയാൾ നേരിട്ട് പറയുമ്പം വേറെ നിവർത്തിയില്ലാതെ നേരെ അയാളുടെ കാലിലോട്ട് വീണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്ട്രേറ്റ് ഓഫീസ് റൂമിനകത്ത് വെച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ എനിക്കിതെല്ലാം കാണാം. ഞാൻ പല SMS കണ്ടിട്ട് ഞാൻ കണ്ടില്ല കേട്ടില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ SMS കണ്ടു, പക്ഷെ അയാൾക്കും എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തന്നെ അന്ന് രാവിലെ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയണു, ഇന്ന ആൾ വരുന്നുണ്ട്, വൈകുന്നേരം 6 മണിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇങ്ങനത്തെ എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് അയാളുടെ വൈഫിനോ മറ്റോ പിരിയാണെന്ന് വല്ലതും വയ്ക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഏറ്റെടുക്കും. ഞാൻ ചോദിച്ചു, ഇതെന്താണ് പറയണമെന്ന് ചോദിച്ചു. ഇതാണ് പറഞ്ഞില്ല. ഇല്ല, ഞാൻ എൻ്റെ തോന്നിയതുപോലെ ജീവിക്കും, തോന്നിയ ആൾക്കാരുടെ കൂടെ പോകും, നിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് പറഞ്ഞിട്ട് പോയത്. ഞാൻ എന്നിട്ട് എൻ്റെ ഓഫീസിലോട്ടും പോയി. അന്ന് ഞാൻ ആകെ അപ്സെറ്റായിരുന്നു. എന്ന് മാത്രമേ അറിയുള്ളൂ. എനിക്ക് എവിടെ വരും, എന്തോ വരും എന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്രയും ഓപ്പൺലി. എന്ന് വെച്ചാൽ അയാളുടെ വൈഫുമായിട്ട് സംസാരിച്ചിട്ട് അവർ കൺഫെസ് ചെയ്തുമില്ല, അവരെല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് എനിക്കും നേരിട്ട് കേൾക്കേണ്ടി വന്നത്. ഞാനും കേട്ടു. അപ്പം ഞാൻ നേരിട്ട് അത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പം പിന്നെ അത് നേരിട്ടിങ്ങനെ വളരെ ഡീറ്റെയിൽസിലാണ് പറയണേ, വളരെ ഡീറ്റെയിൽ. എനിക്കത് പറയാൻ തന്നെ നാണക്കേടാ, അത്രയും ഡീറ്റെയിൽസിലാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനിയൊരു നിവർത്തിയില്ല, നേരെ അങ്ങ് കാലിലോട്ട് വീഴായിരുന്നു. അത്രയും കണ്ടു കഴിഞ്ഞപ്പോഴും അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് ഒരു എവിഡൻസ് വേണ്ട, എനിക്കിനി ഒരു മറയില്ല. മറ്റത് ഞാനിങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ പൊക്കൊണ്ടെന്ന് എനിക്കിനിപ്പോൾ ഒരു മറയില്ല. എനിക്ക് ടോട്ടലി അങ്ങ് ഓപ്പണായി കാര്യം. ഇനി ഞാൻ എന്തോ ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.